ഹലോ ഗൈസ്, നിങ്ങൾക്ക് അൽബേനിയ പോകാൻ താല്പര്യമുണ്ടോ? പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ഇടയ്ക്കൊന്ന് പോയിട്ട് വന്നായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇൻഫർമേഷൻസ് നിങ്ങളെയും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഐ ബി ഹാപ്പി. അപ്പോൾ ടിക്കറ്റിൽ നിന്ന് തുടങ്ങാം. ഞാൻ trip.com എന്ന സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് അവിടുത്തെ സീസൺ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ടിക്കറ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസമുണ്ടാകും. നിങ്ങളൊരു ഓഫ് സീസണൊക്കെ നോക്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ചീപ്പ് റേറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ആ ലിസ്റ്റിനനുസരിച്ച് കാര്യങ്ങളെല്ലാം എടുത്ത് കൃത്യമായി വെച്ച് ആ ഒരു മുഹൂർത്തത്തിലേക്ക് വെയിറ്റ് ചെയ്യാണ്ട് നമ്മളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. നമ്മുടെ ഫോണായിക്കോട്ടെ, ചാർജറായിക്കോട്ടെ, വേണ്ടുന്ന ഡ്രസ്സായിക്കോട്ടെ, എസ്പെഷ്യലി പെൺപിള്ളേർക്ക് നമ്മുടെ മേക്കപ്പ് കിറ്റ് മുഖ്യം ബിഗിലേ മറക്കല്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ മണി, ഞാനിവിടുന്ന് പോകുമ്പോൾ 250 pounds ആയിരുന്നു ചേഞ്ച് ആക്കിക്കൊണ്ട് പോയത്. പിന്നെ എൻ്റെ കയ്യിൽ റെവല്യൂട്ടിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് റണ്ണൗട്ട് ആയാൽ നമുക്ക് ആ റെവല്യൂട്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മണി കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ATM വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ അൽബേനിയയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി യൂറോ അക്സെപ്റ്റബിൾ ആണ്. അവിടെ ചെല്ലുമ്പോൾ മിക്കവരും അവർ ബാലൻസ് ആയിട്ട് തരുന്നതൊക്കെ അൽബേനിയൻ ലേക്കായിരിക്കും. ഈ ജേർണിക്ക് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഫ്രണ്ട് അന്നമ്മ, ഞങ്ങൾ ആക്ച്വലി സൗദിയിൽ വർക്ക് ചെയ്താണ്. ഞങ്ങളൊരു 4 years കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തതാണ് ഈ ട്രിപ്പ്. അപ്പോൾ അവളുണ്ടായിരുന്നു, അവളുടെ ഫാമിലി ഉണ്ടായിരുന്നു. ആക്ച്വലി UK നിന്ന് 3 hours ആയിരുന്നു ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നത്. ഞങ്ങൾ കത്തിവെച്ച് ടൈം എങ്ങനെ പോയിന്ന് കൂടി അറിയില്ല. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് കാറ് റെൻറ്റിങ് സർവീസസ് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 2 സിം സർവീസ് ഉണ്ട്. അത് വോഡഫോൺ, പിന്നെ ഒന്ന് 1. അപ്പോൾ 2നും 4G 5G നെറ്റ്വർക്ക് സർവീസ് ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ കവറേജ് ഭയങ്കര കുറവായിരുന്നു ചില സ്പെസിഫിക് ലൊക്കേഷൻസിൽ ചെല്ലുമ്പോൾ. അങ്ങനെ ഗൂഗിൾ അമ്മച്ച് ഞങ്ങളെ കുറേ കറക്കി. ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലം 2-3 മണിക്കൂർ എടുത്ത് പോയി. കാറിന് ഏകദേശം 140 pounds ആണ് ഞങ്ങളോട് പേ ചെയ്തത്. പിന്നെ നമ്മുടെ ലൈസൻസിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലാണ്ട് നമ്മൾ കാറ് കംപ്ലീറ്റ്ലി എല്ലാ കാര്യത്തിനും സൈനൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഫുള്ളി ഒന്ന് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും വരയോ കുറിയോ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ആളുണ്ടാവുമല്ലോ, അവരെ നോട്ടിഫൈ ചെയ്യുക. സിം കാർഡിന് ഏകദേശം 30 pounds ആണ് ഞങ്ങൾ പേ ചെയ്തത്. അന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് സൈറ്റ് സീയിങ്ങിന് പോയത്. വളരെ ഉഷാറായിട്ടും കൊണ്ട് എണീറ്റ് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ആദ്യം പോയത് ഡച്ച് മൗണ്ടൻ നാഷണൽ പാർക്കിലേക്കായിരുന്നു. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സോ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പർ സ്റ്റേഷനും ലോവർ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ലോവർ സ്റ്റേഷനിൽ നിന്ന് അപ്പർ സ്റ്റേഷനിലേക്ക് കേബിൾ കാർ വഴി ചെല്ലാൻ പറ്റും. ദാറ്റ്സ് കേബിൾ കാർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് കേബിൾ കാറാണ്. അത് ഏകദേശം 4.7 kilometers ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സീ ലെവലിൽ നിന്ന് ഏകദേശം 1613 മീറ്ററോളം ഉയരെയാണ് ഈ ദച്ച് മൗണ്ടൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത ആക്ടിവിറ്റി ആയിരുന്നു കേബിൾ കാർ. ഞങ്ങൾ ആക്ച്വലി ലോവർ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്ട് അപ്പർ സ്റ്റേഷനിലേക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോന്നു. അപ്പോൾ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങ് ടോപ്പിൽ വന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തത്. അത് പെർ ഹെഡ് 61 pounds ആയിരുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നത്. പിന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെ പതുക്കെ ആ ഒരു ഇറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാം. അപ്പോൾ ലോവർ സ്റ്റേഷൻ വരെ ചെന്ന് അവിടുന്ന് പിന്നെ മടങ്ങി വരിക ചെയ്യണേ. അപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ സർവീസാണത്. അത് പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിലിരിക്കുമ്പോൾ കുറച്ച് സ്കെയറി ആണെങ്കിൽ പോലും നമുക്ക് അതിന് ചുറ്റിനും വരുന്ന എല്ലാവരെയും കാണാൻ. ഞങ്ങൾ പോയ ദിവസം കുറച്ച് മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കയറാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾക്കുള്ള പേടകം വന്നു. ഞങ്ങളെല്ലാവരും കയറി. കുറച്ച് പേടിയും കൂടുതൽ കൗതുകവും അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല രസമായിരുന്നു. ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നി, എന്നാലും കുറച്ചങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓ മൈ ഗോഡ്, ദ വ്യൂ! അത് എത്ര പറഞ്ഞാലും മതിയാവില്ല.
നമ്മൾ ആ ടോപ്പിൽ നിന്ന് ആ ഒരു ഫുള്ള് ഏരിയ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അൽബേനിയ ഫുള്ള് കാണാൻ പറ്റും തോന്നുന്നു. അതുപോലെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. ഫുള്ളി ഗ്രീനറിയും പിന്നെ കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ ഇച്ചിരി ദൂരെയായിട്ട് നമുക്ക് കുറച്ച് വീടുകളും ഒരു സിറ്റി അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന കേബിൾ കാറിൽ വരുന്ന യാത്രക്കാർ, ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനിയും അത്രയും ദൂരം നമ്മൾ ഇനിയും പോകാനുണ്ടായിരുന്നു. ആ ഫുള്ള് ലെങ്ത് നമ്മൾ കവർ ചെയ്ത് ഈ റൈറ്റ് സൈഡിലോട്ട് വരുന്നത് അവിടെ ചെന്ന് ലോവർ സ്റ്റേഷനിൽ ടച്ച് ചെയ്ത് തിരിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളും അതുപോലെ തന്നെയാണ് പോകാൻ പോണത്. സോ നമ്മൾ ഈ പോണ വഴിയിൽ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ, അതായത് ഏകദേശം ഒരു ഈവനിങ് ടൈം ആയായിരുന്നു ഞങ്ങൾ അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ കോട ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ആ ഒരു സ്പോട്ടിൽ ചെന്ന ടൈം നോക്കുമ്പോൾ ഫുള്ള് കോടയായിട്ട് വഴി പോലും കാണാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫുഡൊക്കെ അടിക്കാൻ പോയി. ഇത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒരു സെറ്റപ്പായിരുന്നു, അടിപൊളി. ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ സെയിം വ്യൂ, അങ്ങനെ കോട ഇറങ്ങണതും. അതും ഇപ്പോൾ ആണെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാത്തത്. അതല്ലെങ്കിൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. ഫുഡാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല. അവിടുത്തെ എല്ലാ ക്യൂസിൻസും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, വളരെ നന്നായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നൊന്നും പറയാനും പറ്റില്ല, എല്ലാം നന്നായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് സെയിം ഡേ തന്നെ മോണ്ടനീഗ്രോ പോകാനായിരുന്നു. സോ ഞങ്ങളിപ്പോൾ ബോർഡറിൽ നിൽക്കുന്നതാണ് കാണുന്നത്.